പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ചില ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചത് എന്തു പറയണമെന്ന് ചിന്തിച്ചപ്പം ഇങ്ങനെ പറയാനാണ് എൻ്റെ ഹൃദയത്തിൽ തോന്നിയത്. നമുക്ക് ചിന്തിക്കാം. യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. മാംസനേത്രങ്ങളോ നിനക്കുള്ളത്, മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത്? നീ എൻ്റെ അകൃത്യം അന്വേഷിപ്പാനും എൻ്റെ പാപത്തെ ശോധന ചെയ്യുവാനും നിൻ്റെ നാളുകൾ മനുഷ്യൻ്റെ നാളുകൾ പോലെയോ നിൻ്റെ ആണ്ടുകൾ മർത്യൻ്റെ ജീവകാലം പോലെയോ? ആമേൻ. സ്തോത്രം. നമുക്ക് യോബിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. യോബിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. ഞാൻ ആ ഭാഗത്തോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വായിച്ച വേദഭാഗം 10-ാം അധ്യായത്തിൽ യോബ് ബിൽദാദിന്, അതിൻ്റെ 8-ാം അധ്യായത്തിലുണ്ട്, ബിൽദാദിന് കൊടുക്കുന്ന മറുപടിയാണ്. യോബിനെ ഫ്രണ്ട്സ് വന്ന് കാണുമ്പോൾ യോബിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് യോബ് മറുപടി പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം യോബിൻ്റെ മറുപടികളിൽ പലപ്പോഴും നമ്മൾ യോബിൻ്റെ ബുക്ക് മുഴുവനും വായിക്കുമ്പം തന്നെ ന്യായീകരിക്കുന്നൊരു യോബിനെ കാണാം, ദൈവത്തെ കുറ്റം പറയുന്ന യോബിനെ കാണാം, താൻ പാപത്തെ സമ്മതിക്കുന്നൊരു യോബിനെ കാണാം. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ തൻ്റെ കഷ്ടതയിൽ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം യോബ് നമ്മൾ വായിച്ച ഭാഗം എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ്. മാംസനേത്രങ്ങളോ നിനക്കുള്ളത്, മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത്? യോബ് ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. മാംസനേത്രങ്ങളോ നിനക്കുള്ളത്, മനുഷ്യൻ കാണുന്നത് പോലെയാണോ നീ കാണുന്നത്? അപ്പം ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട്, അല്ല എന്നുള്ളത്. ആ വേ ഓഫ് ടോണിനകത്ത് തന്നെയുണ്ട്. മാംസനേത്രങ്ങളല്ല ദൈവത്തിനുള്ളത്, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. അപ്പം മാംസനേത്രങ്ങളുടെ പ്രത്യേകത എന്താ? മാംസനേത്രങ്ങൾക്ക് ദൂരെയുള്ളത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒരു പരിധിയുണ്ട്. ഇരുട്ടിലുള്ളത് മാംസനേത്രങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തിൻ്റെ കാഴ്ച മനുഷ്യൻ്റെ കാഴ്ചയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പം ദൈവം കാണുന്നത് എങ്ങനെ? അതിൻ്റെ 2-ാമത്തെ വാക്യം, മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത്. അപ്പം ദൈവം കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നതും മനുഷ്യൻ കാര്യങ്ങളെ വിവേചിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടല്ലോ നമുക്ക് കാര്യമുള്ളത്. ആമേൻ. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അപ്പം ദൈവത്തെ ഹൈഡ് ചെയ്യുന്നത് ഒന്നുമില്ല. ദൈവത്തിൻ്റെ കാഴ്ചയിൽ എല്ലാം ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. അപ്പോൾ ദൈവം എങ്ങനെയാണ് വിധിക്കുന്നത്? ദൈവം എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? റോമാലേഖനത്തിൽ പറയുന്നു, അവൻ സത്യാനുസരണമായിട്ടാണ് വിധിക്കുന്നത്. അപ്പം ദൈവം കാണുമ്പം സത്യത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ കാഴ്ചയും മനുഷ്യൻ്റെ കാഴ്ചയും തമ്മിൽ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം, അല്ലേ? നമുക്ക് ഇതൊരു ജസ്റ്റ് റിമൈൻഡർ. അപ്പം ദൈവം കാണുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കാഴ്ച വളരെ വ്യത്യസ്തമാണ്. ഹൈറ്റിൽ നിന്ന് ദൈവം കാണുമ്പം മനുഷ്യൻ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ദൈവം കാണുന്നത്. അപ്പം അതുമായിട്ട് അപ്പം നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളുമൊക്കെ വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ വിധികൾ വ്യത്യസ്തം, ദൈവത്തിൻ്റെ കാഴ്ച വ്യത്യസ്തം, ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പോലും നമുക്കറിയത്തില്ല. അപ്പം വളരെ ഹൈ ലെവലിൽ നിന്നാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങനെ. അപ്പം അതിനെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ 55-ന്റെ 8-9 വാക്യം ഒന്ന് വായിച്ചിട്ട്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പം അവിടെ വായിച്ചതുപോലെ എൻ്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ദൈവത്തിൻ്റെ വഴികളെന്ന് പറയുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ, അത് നമ്മുടെ റീച്ചിനപ്പുറത്താണ് ദൈവത്തിൻ്റെ വഴികൾ. നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്തോട്ടാണ് ദൈവത്തിൻ്റെ വഴികളും വിചാരങ്ങളും എന്ന്. അപ്പം പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് പലപ്പോഴും നമുക്ക് ഉത്തരവില്ല. നമ്മൾ വൈ മീ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലേ, ദൈവത്തോട്? അല്ലെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു? പലപ്പോഴും നമുക്കതിനൊന്നും ഉത്തരം കാണാൻ അല്ലെങ്കിൽ ഉത്തരം അറിയാനുള്ള ബുദ്ധിശക്തിയൊന്നും നമുക്കില്ല, സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കൂടെ ഞാൻ പലപ്പോഴും പറയുന്നൊരു വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം.
എന്നാൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആമേൻ, സ്തോത്രം. ഇത് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വിട്ടിട്ട് ചോദിക്കുന്നൊരു ചോദ്യം. അപ്പം യോഹന്നാൻ സ്നാപകൻ്റെ ദൈവ ഉദ്ദേശം എന്തായിരുന്നു? ദൈവത്തിൻ്റെ വഴിയൊരുക്കുക, കർത്താവിൻ്റെ വഴി നിരപ്പാക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. പക്ഷേ നമ്മൾ ആ യോഹന്നാൻ്റെ പുസ്തകം തന്നെ വായിക്കുമ്പം അറിയാം, ആരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്നുവോ അവനാണ് ദൈവം, അവനാണ് ദൈവപുത്രൻ എന്നുള്ളൊരു വലിയൊരു വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ പറഞ്ഞു, ദാൻ്റെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദാ പോകുന്നു. അപ്പോൾ യോഹന്നാന് വളരെ വ്യക്തമായി ബോധ്യമുള്ളതായിരുന്നു യേശു കർത്താവാണ് വരുന്നത്, ലോകത്തിൻ്റെ പാപം ചുമക്കാൻ വരുന്ന മശിഹ എന്ന് വളരെ വ്യക്തമായി ബോധ്യമുണ്ടായിരുന്ന യോഹന്നാനാണ് ഇപ്പം ജയിലിൽ കിടക്കുമ്പം ചോദിക്കുന്ന ചോദ്യം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എന്താ യോഹന്നാൻ അങ്ങനെ ചോദിച്ചേ? അപ്പോൾ അതിൻ്റെ കാരണമൊന്നും ദൈവവചനത്തിൽ പറയുന്നില്ല. ഒരു പക്ഷേ പല റീസണുകൾ കാണാം. അതിന് യേശു കർത്താവ് എൻ്റെ താഴെ മറുപടി കൊടുക്കുന്നു, നീ ചെന്ന് യോഹന്നാനോട് പറ, അന്തർ കാണുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ യോഹന്നാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണും തന്നെ വന്ന് രക്ഷിക്കുന്നൊരു യേശുവിനെ. ഒരുപക്ഷെ യോഹന്നാൻ പ്രതീക്ഷിച്ച് കാണും അക്ഷരീയമായ ഒരു ദൈവരാജ്യം, ഈ പട്ടാളത്തെയും ഒക്കെ അയച്ച് രാജാവിനെ കൊലപ്പെടുത്തി രാജ്യം സ്ഥാപിക്കുന്ന അക്ഷരികമായി തൻ്റെ കൺമുമ്പിൽ ദൈവരാജ്യം വരുന്നത് ഒരു പക്ഷേ യോഹന്നാൻ കണ്ടാണ്. ഇത് വചനത്തിലില്ല, ഒരു പക്ഷേ ചിന്തിക്കുക. പക്ഷേ എന്തുകൊണ്ടാണ് തൻ്റെ ആ ഇടർച്ച, താൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം? ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു അവൻ്റെ എക്സ്പെക്റ്റേഷൻ നടക്കാത്തത്, അവൻ ചിന്തിക്കുന്ന ഒരു യേശുവിനെ ലഭിക്കാത്തത് കൊണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ പലതും പ്രതീക്ഷിക്കുമ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ, അന്ന് യോഹന്നാൻ ഇത് പറയുമ്പം യോഹന്നാൻ യേശുവിൻ്റെ ക്രൂശ് മരണം അന്ന് യേശു കർത്താവ് മരിച്ചിട്ടില്ല, ആ ഒരു ബോധ്യത്തിലല്ല, പഴയ നിയമത്തിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ദൈവത്തോട്, കർത്താവേ, നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ പ്രതീക്ഷിച്ച് അത് നടക്കാതിരിക്കുമ്പം നമ്മൾ ആ കർത്താവിൻ്റെ ആ രക്ഷയെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യക്കുറവാണ് പലപ്പോഴും നമ്മൾ സംശയിക്കുന്നത്. ഇപ്പോൾ യോഹന്നാനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കഴിഞ്ഞു, അവിടെ കൊണ്ട് തീർന്നു. യോഹന്നാൻ ജയിലിൽ പിറ്റേന്ന് തലവെട്ടുക, യോഹന്നാൻ്റെ ശുശ്രൂഷ അവിടെ കൊണ്ട്. യോഹന്നാനെ ദൈവം ഏൽപ്പിച്ചത് യേശു കർത്താവിന് വഴിയൊരുക്കുക, അതായിരുന്നു ദൈവത്തിൻ്റെ നിയോഗം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ ആ പരമാധികാരത്തെക്കുറിച്ചുള്ളൊരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മൾ പുതിയ നിയമത്തിലൊക്കെ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണും, എന്താ ദൈവം അങ്ങനെ ചെയ്ത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. എന്താ ദൈവത്തിന് അത്ഭുതം ചെയ്യാത്ത? അതിൻ്റെ മുമ്പോട്ട് വായിക്കുന്ന അത്ഭുതമാണ് കാണുന്നത്. ഏതാ? ശീലാസിനെയും പൗലോസിനെയൊക്കെ ദൈവം ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു. എന്താ ദൈവത്തിന് സ്റ്റേഫാനോസിനെ ദൂതന്മാരെ അയച്ച് വിടുവിക്കാമായിരുന്നല്ലോ? ദൈവം ചെയ്തില്ല. കാരണം സ്റ്റേഫാനോസിനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അതായിരുന്നു. അവൻ്റെ ഒരൊറ്റ പ്രസംഗമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആ ദൈവത്തിൻ്റെ പരമാധികാരത്തെ പലപ്പോഴും അറിയാതെ, എന്താ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി, നമ്മൾ ഈ ലോകത്തിൻ്റെ, ചിലപ്പം നമ്മൾ കേൾക്കുന്നതൊക്കെ വ്യത്യസ്തമായിരിക്കാം, ആ ലോകത്തിൻ്റെ എക്സ്പെക്റ്റേഷനിൽ നിന്നുകൊണ്ട് ദൈവത്തെ അളക്കും. പക്ഷെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ നമ്മൾ മറന്നുപോകും. സോ ആ ദൈവത്തിൻ്റെ ആ വഴികളെക്കുറിച്ച് ഉള്ളൊരു വലിയൊരു ബോധ്യം ഈ ദിവസങ്ങളിൽ, ഇത് സഭയോടാണ് ഞാൻ പറയുന്നത്, എന്നോടും കൂടെ, ഞാനും കൂടെ ആ ദൈവത്തിൻ്റെ ആ പരമാധികാരത്തെക്കുറിച്ചുള്ളൊരു വലിയ ബോധ്യം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. അടുത്ത ആ പരമാധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാക്യാണത്. റോമാലേഖനം 11:33. ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ആമേൻ, സ്തോത്രം. അവൻ്റെ വഴികൾ എത്ര അഗോചരമാണ്. ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ ആ രക്ഷയെക്കുറിച്ച്, ആ ഇസ്രായേൽ മക്കളും ഇസ്രായേലിനെയും ജാതികളെയും ഒന്നിച്ചു ചേർത്ത ആ യേശുക്രിസ്തുവിൻ്റെ ആ വലിയ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ധനം എത്ര എന്നാണ് പറയുന്നത്. അപ്പം അഗോചരമായ വഴികൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് പലപ്പോഴും, ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധ്യമില്ല. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നൊരു വഴിയുണ്ട്. അതാണ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 7:13-14.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളും ദൈവത്തിൻ്റെ ചിന്തകളും ഒന്നും അറിഞ്ഞില്ലെങ്കിലും ദൈവം ഒന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. നിങ്ങളൊന്നും അറിയണമെന്നും ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവത്തിന് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു വഴി ഞാൻ തുറന്നിട്ടിട്ടുണ്ട്, അത് ആ ക്രൂശിൻ്റെ വഴിയാണ്. ആ ഇടുക്കുവാതിലിൻ്റെ വഴി പുതിയ നിയമസഭയ്ക്ക് തുറന്നു തന്നിരിക്കുക ദൈവം. ആ വാക്യം ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഭയം തോന്നിയൊരു കാര്യമാണ്. അതിൻ്റെ അവസാനത്തെ വാക്യം എന്ത് പറയുന്നത് അറിയാമോ? അത് കണ്ടെത്തുന്നവർ ചുരുക്കം എന്ന് പറയുന്നത്. വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ദൈവമക്കളെ, ആർ വി സീരിയസ് അബൌട്ട് ഇറ്റ്? നമ്മൾ കേട്ടു മിഡിൽ ഈസ്റ്റിലൊക്കെ സംഭവിക്കുന്ന കർത്താവിൻ്റെ വരവ് വന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധേഡാണോ? ആ ഇടുക്ക് വഴിയുടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന, പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെടുത്തി തന്ന ആ ഇടുക്ക് വഴിയെക്കുറിച്ച് നമ്മൾ ബോധേഡാണോ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിതൊക്കെ അറിയാം ദൈവങ്ങളെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള വേദഭാഗങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇന്ന് വീണ്ടും ആ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കാനാണ് ദൈവാത്മാവിനോട് പറയുന്നത്. അപ്പം ആ വഴി നമ്മൾ അതിനകത്ത് നിൽക്കും. നമ്മൾ ആ വഴിയിലാണോ പോകുന്നത്? ആ ഇടുക്ക് വഴിയിലൂടെയാണോ അതോ ആ നാശത്തിലേക്ക് പോകുന്ന ആ വിശാലമായ വഴിയിലൂടെയാണോ പോകുന്നത്? അപ്പോൾ ആ വഴിയെക്കുറിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താ പറയുന്നത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആരാ വഴി? യേശുക്രിസ്തു. അപ്പം യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം ആ ഭാഗം ഒന്ന് എടുത്താട്ടെ. 7-ാം അധ്യായം അതിൻ്റെ 13-14 അല്ലേ നമ്മൾ വായിച്ചത്. എന്തുകൊണ്ടാണ് കർത്താവ് അത് പറയാൻ കാരണം? നമുക്കറിയാം, ആ മറുരൂപം മലയിലെ തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന സമയങ്ങളിൽ കർത്താവ് പറയുന്ന ഭാഗം അല്ലേ, 5-ാം അധ്യായം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. ജീവങ്കിലേക്കുള്ള വഴി, പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും. അപ്പം യേശു കർത്താവ് എന്തൊക്കെയോ പറഞ്ഞു വന്നിട്ട് പറയുകയാ, ഇത് ഇടുക്കമുള്ള വഴിയാണ്. അപ്പം എന്താണ് യേശു കർത്താവ് ആദ്യം പറഞ്ഞേ? യേശു കർത്താവ് ആദ്യം പറയുമ്പോൾ നിങ്ങൾ കൊല ചെയ്യരുത്, ദേഷ്യപ്പെടരുത്, കൂട്ടുകാരനെ മൂടാന്ന് വിളിച്ചാൽ നിങ്ങൾ നിത്യാഗ്നിക്കിടയാകും. പിന്നെ വായിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത്, സ്ത്രീയെ നിങ്ങൾ മോഹത്തോടെ നോക്കിയാൽ നിങ്ങൾ വ്യഭിചാരം ചെയ്യുമെന്നാണ് പറയുന്നത്. വിവാഹമോചനം, ഡിവോഴ്സസ്, നിങ്ങൾക്ക് വിവാഹമോചനം ചെയ്യാൻ അധികാരമില്ല. പിന്നെ അടുത്ത പറയുന്നത് എന്താ? അടുത്ത വായിക്കുന്നത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. പിന്നെ കർത്താവ് പഠിപ്പിക്കുന്ന ഈ കപടഭക്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങാൻ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കപടഭക്തിയുടെ അനുഭവം. പിന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്നത് വിധിക്കരുത്, ഡോണ്ട് ജഡ്ജ് എനിവൺ, ആരെയും വിധിക്കരുത്. അപ്പം ഇത് നമുക്ക് അപ്രാപ്യമാണോ? ഇത് കർത്താവ് പറയുന്നത് ഇത് ഇടുക്കുവാതില്ല, ഇതാ ഞാൻ വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പ് പറയാം, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിപ്പിൻ, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ആ ചിന്തയെന്ന് പറയുന്ന ആ ഇടുക്ക് വാതിലൂടെ കയറാൻ, ആ പുതിയ നിയമത്തിൽ ദൈവം തുറന്നു തന്ന ആ ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? I've been crucified with Christ. ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ആമേൻ, സോദരൻ. മതി. അപ്പം ഞാനല്ല ഇനിയും ജീവിക്കുന്നത്. അപ്പം അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം, ഈ ഇടുക്ക് വഴിയുടെ സ്റ്റാർട്ടിങ് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴും സ്നാനപ്പെടുമ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാൾ വന്നൊരു മെസ്സേജ് പറയണം, നമ്മളൊന്ന് ചാർജ്ഡ് ആകുമ്പോൾ 2-3 ദിവസത്തേന് ആ ഒരു ഇടുക്ക് വഴി കാണും. പിന്നീട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോവുക. ദൈവം പറഞ്ഞ ആരെങ്കിലും, ഏത് വാക്യം? ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താ അവൻ ചെയ്യണ്ടേ? അനുദിനം അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് നാൾതോറും നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അനുദിനം ഈ ക്രൂശിനകത്തൂടെ കയറുക എന്ന് പറയുന്നത് ഇച്ചിരി നമ്മളെ കൊണ്ട് പറ്റത്തില്ല ദൈവമക്കളെ. അതിന് ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ എത്ര കൺസേൺഡാണ്? ദൈവം പറഞ്ഞു നിങ്ങളാരെയും വിധിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വിധികൾ വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആൾക്കാരെ വിധിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു 10-14 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഈ വിധിക്കുന്നതിനെക്കുറിച്ച് പറയുക. 10-14 വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ വരുമ്പോൾ ഭയങ്കര കയ്യടിയും ബഹളവും ഭയങ്കര ഉറക്കെ അല്ലേലിയൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് പോയി ഞാൻ പാപം ചെയ്തിട്ടുണ്ട് മാസങ്ങൾ. സൺഡേ വരുമ്പം ഭയങ്കര കയ്യടി ബഹളം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലിജോയോ യു ആർ സ്പിരിച്വൽ, ലിജോയോ ഭയങ്കര ആത്മീയനല്ലേ, കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഒരു ദിവസം ദൈവാത്മാവ് ഇടപെട്ട ഒരു വചനമായിരുന്നു,
എന്തിനാണ് നീ ദൈവവചന സഭയിലോട്ട് പോകുന്നത്? എന്ത് ആരാധനയാണ് കൊടുക്കുന്നത്? ദൈവം പറഞ്ഞു, നിൻ്റെ ആരാധനയിൽ എനിക്ക് പ്രസാദമില്ല. ഞാൻ ഞടുങ്ങിപ്പോയി. ഗലാത്യയിലെ നമ്മൾ അബ്രഹാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്തായിരുന്നു? ഈ യാഗം കഴിക്കാൻ ചെല്ലുന്ന ആരുമായിട്ട് ചെല്ലാനാണ് പറയുന്നത്? ഇസഹാക്കുമായിട്ട് ചെല്ലാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാസിയെയും ദാസിയുടെ മകനെയും പുറത്താക്കി കളയുക. അപ്പം ഞാൻ എന്താ ആരാധന കൊടുക്കുന്ന ദൈവത്തിന്? വാഗ്ദത്തത്താൽ ജനിച്ച ഇസഹാക്കുമായിട്ടാണോ ഞാൻ സഭാരാധനയ്ക്ക് വരുന്നത്, അതോ ജഡത്തിലുണ്ടായ ഇഷ്മായേലുമായിട്ട്? അതൊരു വലിയൊരു ചോദ്യമായിരുന്നു. നീ ഇഷ്മായേലുമായിട്ടാണോ സഭായോഗത്തിന് വരുന്നത്, അതോ ഇസഹാക്കുമായിട്ടാണോ? അതൊരു ചോദ്യമാണ്. എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളുമായിട്ടാണ് ഞാൻ സഭയിൽ വന്ന് ദൈവത്തിന് ആരാധന കഴിപ്പിക്കുന്നത്, അതോ വാഗ്ദത്തത്താൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അനുദിനം ഡെയിലി മരിക്കുന്ന ആ വിശ്വാസ ജീവിതത്തിൽ ജനിച്ച ആ ക്രിസ്തുവുമായിട്ടാണോ ഞാൻ വരുന്നത്? അതാ ചോദ്യം. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കിത് രണ്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇഷ്മായേലുമായിട്ട് വരുന്നവനും ഇസഹാക്കുമായിട്ട് വരുന്നവനും സഭയിലുണ്ട്. രണ്ടുപേരും ഒരുപോലെയാണ് നിൽക്കുന്നത്. സോ വി കനോട്ട് ഡിസേൺ, അതിനെ ഒന്ന് ഡിസേൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇതിനെ കാണുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാഴ്ച വളരെ വലുതാണ്. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പം ദൈവം ചോദിക്കുന്നത്, നീ നീ എന്ത് യാഗമാണ് അർപ്പിക്കുന്നത്? അത് ഭയങ്കര നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന്. അല്ല, ദൈവത്തിന് അറിയാം നമ്മുടെ കപടതയൊക്കെ ദൈവത്തിന് അറിയാം. ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം എൻ്റെ ക്വസ്റ്റ്യൻ ഇത്, എത്രത്തോളം കൺസേൺഡാണ്. ഞങ്ങളവിടെ ഹീലിങ്ങിൽ ഞങ്ങൾ റോബിന് മനോജന് ഞങ്ങളവിടെ ഫാമിലിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ജിൻസി പറയും, ലിജോയ് ഇച്ചായൻ്റെ ദേഷ്യം കാണണം വീട്ടിൽ വരുമ്പോൾ. ജിൻസി പറയുന്നത് കാരണം ഷീ നോസ് ഹു ആം ഐ. നമ്മുടെ ഫാമിലിയിലാണ് നമ്മളെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പുറമേയുള്ള ദേഷ്യത്തെ അറിയാം, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആ സ്വഭാവത്തെ ആരാ അറിയുന്നത്? എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ കൺസേൺഡ് ആണോ? നമുക്ക് പലപ്പോഴും നമുക്ക് വെളിപ്പെടുത്തി ദൈവം തന്ന ഈ ജഡ സ്വഭാവങ്ങളെ പോലും ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാൻ നമുക്ക് സമയമില്ല. പിന്നെ എങ്ങനെ അകത്ത് കിടക്കുന്ന കാര്യം? ഞാൻ ആരെയും കുറ്റപ്പെടുത്തി, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ചിന്തിക്കുന്നത്. ഞാൻ എന്തോ വലിയ ആളായിട്ട് വന്നിരുന്ന് പറയുകയല്ല. ദൈവമക്കളെ, നമ്മളൊരു സഭയായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുകയത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതിനെക്കുറിച്ച് നമ്മൾ ബോധേഡാണോ? നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്താ നമ്മൾ ഐ എം നോട്ട് എഗനിസ്റ്റ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, എഴുതി വെച്ചോ, വാട്സപ്പ് അയച്ചോ, ഇമെയിൽ അയച്ചോ, എങ്ങനെ വേണേലും പ്രാർത്ഥിച്ചോ. പക്ഷേ എഴുതി വെച്ചതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ജഡസ്വഭാവം, അതിൻ്റെ എനിക്ക് ദേഷ്യമുണ്ട് കർത്താവേ, എന്നെ കണ്ണിനെ എനിക്ക് സത്യം പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ കണ്ണിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മളത് പ്രാർത്ഥിക്കാറുണ്ടോ ദൈവത്തോട്? നമ്മൾ അതിനു വേണ്ടി ഉപവസിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ഉപവാസം മുഴുവനും ഭൗതിക തലങ്ങളിൽ നമ്മൾ എഴുതി അതിനുവേണ്ടി നമ്മൾ റെഡിയാണ്. വി ആർ റെഡി ടു. പക്ഷേ എൻ്റെ ദേഷ്യം, എൻ്റെ ലസ്റ്റ്, എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ദൈവമേ അങ്ങൊരു കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറുണ്ടോ? അപ്പോൾ ഞാൻ ഒരു 2 മാസം മുമ്പ് ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നൊരു ഭാഗം വായിക്കുകയായിരുന്നു. അതിനകത്ത് ഇങ്ങനെയാണ്, നമ്മുടെ നാവിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലേ? നാവ് ദോഷം വരുത്തുന്നു. അപ്പം ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പം പല കാര്യങ്ങളും ചിന്തിച്ചു. ഞാൻ വിചാരിച്ചു ജിൻസിയോട് പറയാം, പിന്നെ വേറെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, അതിൽ പ്രസംഗിക്കാനുള്ള ടോപ്പിക്കാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങൾ, ഒത്തിരി ആശയങ്ങൾ നമുക്ക് കിട്ടി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്ത് ഒരു അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യം നടന്നപ്പം ഞാനിങ്ങനെ സ്റ്റാഫൊക്കെ നിന്നപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിച്ചു. ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പം എന്തോ മോശമായിട്ട് ഞാൻ സംസാരിച്ചു, വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അന്ന് ഡ്യൂട്ടിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നൈറ്റ് ഹാൻഡ് ഓവർ, അവനൊരു ഹിന്ദുവാണ്, നേഴ്സാണ്. അപ്പോൾ അവൻ വന്ന് എന്നോട് പറഞ്ഞു, ലിജോയ്, എനിക്കറിയാം നീ ഇച്ചിരി ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്, അങ്ങനെ ചെയ്യരുത്, കാരണം ഇറ്റ് വിൽ അഫക്റ്റ് യു. എൻ്റെ നെഞ്ച് കലങ്ങി. യേശു കർത്താവിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലാത്തൊരു മനുഷ്യൻ വന്ന് എന്നോട് പറയുക, യേശു കർത്താവിനെ പോക്കറ്റിയിട്ട് ദൈവത്തെ എന്ന് സ്തുതിക്കുന്നൊരു വ്യക്തിയാണ്, ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് ചിന്തിക്കുന്ന എന്നോട് ഒരാൾ വന്ന് പറയുക. അപ്പോഴേ എനിക്ക് ബോധ്യം വന്നത്, എൻ്റെ ദൈവം 3-4 ദിവസം മുമ്പ് കാണിച്ച ആ ദൈവവചനം, ദൈവം എന്നോടാണ് സംസാരിച്ചത്.
എന്നോടാണ് സംസാരിച്ചത്. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയാതെ എന്താ പറയുന്നത്, ആ ചൈതന്യമുള്ള ദൈവത്തിൻ്റെ ആ ദൈവത്തിനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. പലപ്പോഴും നമ്മൾ ആ വചനത്തെ ഇന്ന് ചിലപ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന നാളുകൾക്ക് വേണ്ടി ദൈവം കരുതുന്നതായിരിക്കാം. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചു, ദൈവം എന്നോട് ഇടപെട്ടിട്ട് പോലും എനിക്കതിനെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ, എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമ്മളതിൽ കൺസേൺഡ് ആണോ ദൈവമക്കളെ? നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പം ദൈവത്തിൻ്റെ ആ ഉന്നതമായ വഴി ദൈവം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ യോബിൻ്റെ ആ ഭാഗത്തിലോട്ട് വരുമ്പം യോബ് ചോദിക്കുന്ന ആ ചോദ്യമാണ്. യോബ് ചോദിക്കുന്നത്, മാംസ നേത്രങ്ങളോ നിനക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ ദൈവം കാണുന്നത്? അപ്പം ദൈവം യോബിനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ദോഷം വിട്ടകന്നവനും നേരുള്ളവനുമായൊരു മനുഷ്യനെന്നല്ലേ പറഞ്ഞത്. പക്ഷെ സാത്താൻ വന്ന് കണ്ടപ്പം സാത്താൻ എന്താ കണ്ടത്? യോബിന് ചുറ്റും അവൻ്റെ കുടുംബത്തിന് ചുറ്റുമുള്ള വേലിയൊക്കെ കണ്ടു, അല്ലേ? പക്ഷേ യോബിൻ്റെ ഹൃദയത്തെ അറിഞ്ഞത് ദൈവമാണ്. യോബിൻ്റെ ഹൃദയത്തെ അറിഞ്ഞത് ദൈവമാണ്. യോബിൻ്റെ ഹൃദയത്തിൽ എന്തെന്ന് സാത്താൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാത്താൻ പറയുന്നത്, അവൻ തള്ളി പറയും. കാരണം യോബ് ആരാണെന്ന് സാത്താൻ അറിയത്തില്ല. സാത്താൻ വിചാരിച്ച് അവന് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിന്നതെന്ന്. പക്ഷേ നമ്മൾ ആ വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പം 30-ാം അധ്യായത്തിൽ എത്തുമ്പോഴാണ് യോബ് ഈ കൂട്ടുകാരോട് സംസാരിക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ നിർത്തുന്നത്. പിന്നീട് ദൈവം യോബിനോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം യോബിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ 42-ാം അധ്യായത്തിൽ അധികം യോബ് പറയുന്നേ, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു, ഞാൻ ഒന്നുമല്ല എന്ന് സമർപ്പിക്കുന്നു. അപ്പം യോബിൻ്റെ ആ വാക്യങ്ങളും യോബ് പറയുന്നതും ഒക്കെ നമ്മൾ ഓരോന്നോരോന്നെടുത്ത് ചിന്തിച്ചാൽ, യോബ് പറയുന്നത് തൻ്റെ സെൽഫ് റൈച്ചസ്നെസ്, ഞാൻ നീതിമാനാണ്, എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ. താൻ ആ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ 10-ാം അധ്യായത്തിലെ ചോദ്യം തന്നെ ഇങ്ങനെയാണ്, ദൈവമേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? മനുഷ്യൻ എന്നിൽ പാപമൊന്നും ഇല്ലല്ലോ. മനുഷ്യർ ഈ കൂട്ടുകാർ വന്ന് കുറ്റം പറയുന്നത് പോലെ നീ എന്നെ കുറ്റം പറയുമോ? തൻ്റെ സ്വയനീതിയെ യോബ് പുറത്ത് കാണിക്കുമായിരുന്നു കൂട്ടുകാരോടുള്ള സംസാരത്തിൽ. പക്ഷേ ദൈവം തൻ്റെ അകത്തുള്ള എന്താ പറയുന്ന ആ സ്വയനീതിയെ, ദൈവത്തിന് അത് ആവശ്യമായിരുന്നു. യോബിനെ പുറത്തെടുക്കണമെങ്കിൽ തൻ്റെ അകത്തുള്ള ആ സ്പിരിച്വൽ പ്രൈഡ്, താനെന്ന ബോധത്തെ എടുത്ത് കളയണമായിരുന്നു. അതിന് അവനെ ആ സഹിഷ്ണുതയിലൂടെ, ആ കഷ്ടതയിലൂടെ ദൈവത്തിന് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അത്. യോബിൻ്റെ അവസാനം നമുക്കറിയാം, യോബ് എങ്ങനെയായി യോബ്. അപ്പം സാത്താന് കാണാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ദൈവത്തിന് കണ്ടു. നേരുള്ളവനും ദോഷം വിട്ടകലുമായിരുന്നു. പക്ഷേ എൻ്റെ സ്വർഗം അവൻ്റെ ഹൃദയത്തിലേക്ക് ഊഴ്ന്നിറങ്ങിയപ്പോഴാണ് കണ്ടേ, അവനിലൊരു പ്രൈഡുണ്ട്, അവനിലുള്ളൊരു നീതിബോധം, ദൈവത്തിലില്ലാത്ത തന്നിൽ ആശ്രയിക്കുന്നൊരു നീതിബോധം തന്നിൽ വന്നു. ദൈവമക്കളെ, നമുക്ക് വെളിപ്പെടുത്തി കിട്ടിത്തന്ന ജഡസ്വഭാവങ്ങൾക്ക് പോലും നമ്മൾ വലിയ സീരിയസ്നെസ് കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളറകളിൽ നമ്മുടെ മോട്ടീവ്സ്, നമ്മുടെ വിചാരങ്ങൾ എത്രയായിരിക്കും? നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ ഏത് വഴിയിലൂടെ പോകുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു സീരിയസ്നെസ് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടായേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഡെയിലി കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, നിങ്ങൾ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പ്രാപിക്കുക. അപ്പം ഡെയിലി ഞാൻ ഇന്ന് മരിക്കുന്നു, നാളെ എന്താ എന്നിൽ നടക്കണ്ടേ? നാളെയും മരണമാണ് സംഭവിക്കണ്ടേ. മറ്റന്നാളെയും എന്നിൽ എന്താ സംഭവിക്കണ്ടേ? മരണമാണ് സംഭവിക്കണ്ടേ. അത് കഴിഞ്ഞു എന്താ സംഭവിക്കണ്ടേ? മരണം. ഞാൻ മരിക്കുന്നിടം വരെയും മരണം എന്നിൽ സംഭവിക്കും. ഞങ്ങൾ ഷാർജയിലായിരിക്കുന്ന കഥദാസും പലപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾക്കൊരു ദിവസം കൂടെ കർത്താവ് ആയുസ് തന്നത് ഇച്ചിരിയും കൂടെ നന്നാകാനുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരിയും കൂടെ യേശുവിനെ പോലെ നിങ്ങളാകാനുണ്ട്. നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ദൈവമേ എനിക്കൊരു ആയുസ്സും കൂടെ ഇന്ന് രാവിലെ ഞാൻ തന്നത്, കർത്താവേ എനിക്കിന്ന് അങ്ങേപ്പോലെ ആകാനാണ് എനിക്ക് ആയുസ് തന്നത്. കർത്താവെ ഒന്ന് എൻ്റെ ഹൃദയത്തെ ഒന്ന് കാണിച്ചു തരണമേ. കർത്താവെ ഏത് മേഖലയിലാണ് ഞാൻ പരാജയപ്പെടുന്നത്, ഏത് മേഖലയിലാണ് എനിക്ക് മാനസാന്തരം ആവശ്യമുള്ളത്? കർത്താവെ ആ ഒരു കരച്ചിൽ അത് എല്ലാ ദിവസവും സംഭവിക്കും. ഇന്ന് ഈ മെസ്സേജ് കേട്ടിട്ട് പോകുമ്പോൾ സംഭവിക്കേണ്ട കാര്യമല്ല. പുതിയ നിയമത്തിനകത്ത് അനുദിനം അതില്ലാതെ നമുക്ക് ആ ജീവനിലേക്ക് കയറാൻ പറ്റത്തില്ല. അത് കണ്ടെത്താൻ രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം. അപ്പം ആ മരണം സംഭവിക്കുമ്പം ഓട്ടോമാറ്റിക്കലി
സംതിങ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. എന്താണെന്നറിയാമോ? നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക. ഞാൻ മരിക്കുകയായിരുന്നു, പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു നാണയത്തിൻ്റെ മറുവശം പോലെ ഞാൻ ക്രിസ്തുവിനെ പോലെ ആകുക. ഞാൻ മരിക്കുന്നു, പക്ഷേ അതേസമയം ഞാൻ ക്രിസ്തുവിനെ പോലെ ആകുന്നു. ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ എന്നിലുണ്ടാകുന്ന നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. 16-ാം വാക്യം, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ഈ തേജസ്സിന് മേൽ തേജസ് പ്രാപിക്കുമ്പോൾ, ഞാൻ അനുദിനം മരിക്കുമ്പോൾ എന്നിലുണ്ടാകുന്നത് ഫലമാണ്. എന്താ ഫലം? നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലമാണ്. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം ദൈവമക്കളെ. ഞാൻ ഈ പറഞ്ഞത് ഒരു ഇൻ്റലക്ച്വൽ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ബി ജെന്യൂൻ വിത്ത് ഗോഡ്. നമ്മളാരും തികഞ്ഞവരല്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ഈ ക്രിസ്തീയ ജീവിതത്തിൽ. കർത്താവിൻ്റെ വരവിങ്കൽ നമ്മളെ ആരാ ശക്തരാക്കുന്നത്? കർത്താവാണ്. ആ യേശുക്രിസ്തുവിങ്കിലേക്ക് ഞാൻ പാസ്റ്റർ ഒരു 10 മിനിറ്റ് കൂടെ തന്നു, പക്ഷേ ഞാൻ നിർത്തുക. കർത്താവാണ്. നമ്മൾ ആ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ. കർത്താവെ, എന്നെക്കൊണ്ട് കഴിവില്ല. യേശു കർത്താവെ, അങ്ങയുടെ ജീവൻ എന്നിൽ വെളിപ്പെടണമേ. ഒരു നിമിഷം കണ്ണടച്ചാട്ട് എല്ലാവരും. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ആ ജീവൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിനകത്തൊന്ന് കയറണമേ കർത്താവേ. ഞങ്ങൾക്കിതൊക്കെ അറിയാം, പക്ഷേ അങ്ങ് ഞങ്ങൾക്ക് തുണ നിൽക്കണേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് പകരണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെക്കൊണ്ട് പറ്റത്തില്ല കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് കാണുന്ന കാഴ്ചയിൽ ഞങ്ങൾ ഉരുകിപ്പോകും കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പാപത്തെ കാണുന്ന ദൈവമാ കർത്താവേ. എങ്കിലും ആ ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ആ ജീവൻ ഞങ്ങളിൽ വ്യാപിക്കുന്നതിനായി സ്തോത്രം. സഭയായി മുറ്റും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കർത്താവേ ഞങ്ങളുടെ നാമമഹത്വത്തിനായി തീരണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.